ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മെഡിസെപ്പ് ഹെൽത്ത് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിനായി നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ, ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്, ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് medcard.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റ് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് കാണുക മൊബൈലിൽ. ഈ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതിൽ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളത് നമ്മൾ ബെനിഫിഷ്യറി എന്ന് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ മെഡിസെപ്പ് ഐ ഡിയും നമ്മുടെ എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ പെൻ അല്ലെങ്കിൽ PPO നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മെഡിസെപ്പ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിക്കും അനുവദിച്ചിരിക്കുന്ന ഐ ഡി ആണ്. അത് മറന്നുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായി നമുക്ക് മെഡിസെപ്പിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ സാധിക്കും. നമ്മളത് പണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പെൻഷനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മെഡിസെപ്പിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് തന്നിട്ടുണ്ടായിരിക്കും. ആ സ്ലിപ്പിൽ മെഡിസെപ്പ് ഐ ഡി ഉണ്ടായിരിക്കും. പല സ്ഥാപനങ്ങളും അവരുടെ എംപ്ലോയീസിന് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലും ഈ മെഡിസെപ്പ് ഐ ഡി ഉണ്ടായിരിക്കും. അതിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിസെപ്പ് ഐ ഡി മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മെഡിസെപ്പ് ഐ ഡി എങ്ങനെ, നമ്മൾ മറന്നുപോയ മെഡിസെപ്പ് ഐ ഡി എങ്ങനെ നമ്മുടെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിനായി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു രൂപത്തിൽ കാണാൻ സാധിക്കും. അതിൽ കാറ്റഗറി എന്നുള്ളത് നമ്മുടെ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി, പെൻഷനർ ആണെങ്കിൽ പെൻഷനർ എന്ന് കൊടുക്കുക. എന്നിട്ട് തുടർന്ന് നമ്മുടെ പെൻ അല്ലെങ്കിൽ PPO നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിലത്തെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ മെഡിസെപ്പ് ഐ ഡി ഉണ്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ പ്രിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ നമ്മുടെ മെഡിസെപ്പ് ഐ ഡി ഏറ്റവും ആദ്യം തന്നെ ഉണ്ടായിരിക്കും. മെഡിസെപ്പ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് മെഡിസെപ്പ് ഐ ഡി നമുക്ക് വീണ്ടെടുക്കാം. ഈ മെഡിസെപ്പ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് മെഡിസെപ്പ് ഐ ഡി ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ പെൻ ഓർ PPO നമ്പർ നമ്മുടെ medcard.kerala.gov.in എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ലോഗിൻ പ്രത്യക്ഷമാകുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും താഴെ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണാം. ഡൗൺലോഡ് ഹെൽത്ത് കാർഡ്. ആ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു PDF ഫയലായിട്ടാണ് നിലവിൽ ഹെൽത്ത് കാർഡ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നമ്മുടെ പോളിസി, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, പേര്, പോളിസി നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെഡിസെപ്പ് ഐ ഡി, UHID, എംപ്ലോയി ഐ ഡി, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെ പേര്, അവരുടെ UHID, അവരുമായിട്ടുള്ള റിലേഷൻ, തുടർന്ന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇട്ടുള്ള ഒരു PDF ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഫോണിൽ സൂക്ഷിക്കാം, പ്രിൻ്റ് എടുക്കാം. അതല്ല നമുക്ക് കാർഡിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ ആ ഒരു രൂപത്തിലേക്കും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് മെഡിസെപ്പിൻ്റെ ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ 1 ഈ ലിങ്ക് ആക്റ്റീവ് ആയതിനു ശേഷം ഒരുപാട് ആളുകൾ ഒരേ സമയം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇത് ലഭിക്കാൻ. എന്നാൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്.
എല്ലാവരും അവരുടെ ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.